ഏറ്റവും സ്നേഹമുള്ളവർ. മരണത്തിന്റെ വക്കിലെത്തിയ ഇസ്രായേൽ ജനം മോശ ഉയർത്തിയ പിച്ചള സർപ്പത്തിലേക്ക് ഉറ്റുനോക്കിയപ്പോൾ അവരുടെ ജീവിതമെല്ലാം പുതിയ ജീവനിലേക്ക് തിരിച്ചു വരികയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ മാനവകുലം മുഴുവനും പാപത്തിൽ അടിമപ്പെട്ട് മരണത്തിന്റെ വക്കിലെത്തിയപ്പോൾ അവരെ സ്നേഹിക്കുന്ന ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും അവരുടെ പാവങ്ങളെല്ലാം സ്വന്തം ചുമലിൽ വഹിക്കുകയും മരിക്കുകയും മരണത്തെ അതിജീവിച്ചുകൊണ്ട് പ്രകാശത്തിലേക്ക് ഉദ്ധാനത്തിലേക്ക് കടന്നു വരികയും ചെയ്തു. നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ദൈവത്തിന്റെ പ്രകാശമാവുന്ന ജീവനാണ്, നിത്യതയിലേക്കുള്ള ജീവൻ. വെളിച്ചത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളെല്ലാം നന്മയെ ഭവിക്കുകയും അന്ധകാരത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളെല്ലാം അജ്ഞതയുടെ ഇരുണ്ട തിന്മകളായി മാറുകയും ചെയ്യും. വെളിച്ചത്തിന്റെ അഭാവമാണ് അന്ധകാരം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഓരോ പ്രാവശ്യവും നമ്മൾ നന്മയിൽ നിന്ന് തിന്മയിലേക്ക് കടന്നു പോകുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ശൂന്യത വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഉള്ളിൽ വളരുന്ന ഒരു ശൂന്യതയെ തൃപ്തിപ്പെടുത്തുവാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ആ ശൂന്യതയെ പലതും കൊണ്ട് നമ്മൾ നിറയ്ക്കുവാൻ ശ്രമിക്കും. ഇങ്ങനെ നമ്മൾ ശ്രമിക്കുന്നത് മറ്റു പല വ്യക്തികളിൽ ആശ്രയിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ മറ്റു പല സാധനങ്ങളിൽ ആശ്രയിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ സന്ദർഭങ്ങളിൽ ആശ്രയിച്ചിട്ടായിരിക്കും. പക്ഷെ പ്രശ്നം എന്നത് നമ്മൾ എത്രമാത്രം ദൈവത്തിൽ നിന്നാണെന്ന് മറ്റുള്ളതിൽ ആശ്രയം പ്രകടിപ്പിക്കുന്നുവോ അത്രത്തോളം നമ്മളുടെ ശൂന്യത വലുതായിക്കൊണ്ടിരിക്കും, നമ്മുടെ ആഗ്രഹങ്ങൾ വളർന്നുകൊണ്ടിരിക്കും, സംതൃപ്തികൾ ഇല്ലാതാകും, അസംതൃപ്തികളിലേക്ക് നമ്മൾ കടന്നു വരും, അശാന്തികൾ നമ്മുടെ ഉള്ളിൽ പ്രകടമാകും. പക്ഷെ എപ്പോഴാണോ കുഞ്ഞു കുഞ്ഞു ചെറിയ നന്മ പ്രവർത്തികൾ വഴി ദൈവസ്നേഹത്തിലേക്ക് നമ്മൾ തിരിച്ചു വരുന്നത്, അപ്പോഴായിരിക്കും നമുക്ക് സംതൃപ്തിയും നല്ല സന്തോഷവും ആനന്ദവും നമുക്ക് ലഭ്യമാവുന്നത്. നാം പോലും അറിയാതെ നമ്മുടെ ഈ ശൂന്യതകളിലേക്ക് ദൈവം തന്നെ പ്രകാശമാവുന്ന നിറവുകളെ ചേർത്ത് വെക്കുകയും നമ്മുടെ ശൂന്യതകൾ നിറവുകളായി മാറുകയും ചെയ്യും. ആയതിനാൽ ഈ നോമ്പുകാലത്ത് നമുക്ക് നല്ല പ്രവർത്തികൾ ചെയ്ത് ദൈവസ്നേഹത്തിലേക്കും ദൈവത്തിന്റെ ഹൃദയത്തിലേക്കും കടന്നു വരാം. മറ്റുള്ളവരെയും നമ്മളെപ്പോലെയും തന്നെ സ്നേഹിക്കാം. ദൈവത്തെ എല്ലാത്തിനേക്കാളും ഉപരിയായി സ്നേഹിക്കാം. ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.